ഹായ് ഡിയേഴ്സ്, നല്ല ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പലഹാരമാണ്. കാണുമ്പോൾ സുഖിയനെ പോലെയൊക്കെ തോന്നുമെങ്കിലും സുഖിയനല്ല, വേറൊരു പലഹാരമാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്കതിനായിട്ട് ആദ്യം കുറച്ച് ചെറുപയർ പരിപ്പ് വേണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ വെച്ചും ചെയ്യാം, പക്ഷേ ഒതൻറ്റിക്കായിട്ട് ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് ചെറുപയർ പരിപ്പുണ്ട്. അതിനെ കഴുകി നന്നായിട്ട് ഉണക്കിയെടുത്തതാണേ. കാരണം നമ്മൾ ഇനി ഇതിനെ കഴുകത്തില്ല, അതുകൊണ്ട് പരിപ്പ് കഴുകി ഉണക്കിയെടുക്കണം. ഇപ്പോഴത്തെ ചൂടിൽ പിന്നെ അതൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കഴിയും. ഇനി പച്ചരി വേണം. പരിപ്പ് എത്രയാണോ എടുത്തത് അതേ അളവ് പച്ചരിയും വേണം. പച്ചരിയും ഇതുപോലെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നും വറുത്തെടുക്കാം. ചെറുപയർ പരിപ്പ് ആദ്യം ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ചെറിയ തീയിലിട്ടിട്ട് നല്ലതുപോലെ ഒരു ചുമന്ന കളറാകുന്നത് വരെ വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ പ്രത്യേകം വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അതിലെ ചെറിയ ചെറിയ പരിപ്പുകളെല്ലാം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അത് ആ ടേസ്റ്റ് തന്നെ മാറ്റിക്കളയും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇതായിപ്പോൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ഗോൾഡ് കളർ ആക്കരുത്, കാരണം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കഴിഞ്ഞാലും കുറച്ച് സമയം കൂടെ അതിൻ്റെ ആ ചൂട് നിൽക്കുമ്പോൾ ഒരുപാടങ്ങ് ചിലപ്പോൾ കരിഞ്ഞു പോവും. അതുകൊണ്ട് കുറേശ്ശെ ഒരു ഗോൾഡ് കളർ വന്ന് തുടങ്ങുമ്പോൾ പാത്രത്തിലിട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ പച്ചരിയും കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ്. പച്ചരിയും ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ മറ്റേ പുഴുങ്ങലരി വറുക്കുന്നത് പോലെ പച്ചരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരികയൊന്നുമില്ല. അതിൻ്റെ കളറൊന്ന് മാറി വരികയുള്ളൂ. ഇതാ ഇപ്പോൾ ഏകദേശം പച്ചരിയും റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് ആ പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ മാറ്റി വയ്ക്കാവുന്നതാണ്. നിങ്ങൾ ചെറുപയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പരിപ്പിൻ്റെ സ്ഥാനത്ത് ചെറുപയർ വറുത്ത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ഏലക്കയുടെ കുരു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് പിന്നീട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഏലക്കയുടെ കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് പാനി കാച്ചിയെടുക്കണം. ഇതിപ്പോൾ 1/2 കപ്പ് ശർക്കരയുണ്ട്. ഇതിപ്പോൾ പൊടിച്ച ശർക്കര പാക്കറ്റിൽ കിട്ടുമല്ലോ, അതാണേ. അല്ലാതെ ഉണ്ട ശർക്കര ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ മതി. അത് ഒഴിച്ചിട്ട് ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. മറ്റേ ഉണ്ട ശർക്കരയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അലിയിച്ച് അരിച്ചെടുക്കണം. ചിലർ ഈ പലഹാരം തയ്യാറാക്കുമ്പോൾ ഈ ശർക്കര പാനി ഒരു നൂൽ പരുവമാക്കി അതിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ അത് കുഴച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂട് കാരണം കയ്യിലൊക്കെ പിടിക്കാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ അതിനേക്കാളും എളുപ്പ പരിപാടിയാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ശർക്കരപ്പാനി അരിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് നന്നായിട്ട് തണുത്ത് കിട്ടട്ടെ. ഇനി ഒരു 2 മണിക്കൂറോളം ഞാനൊരു 1/2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ വെള്ളം, കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതങ്ങ് കളയുക. എന്നിട്ടൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ഏലക്കയുടെ കുരുവും ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. തരിയൊന്നും ഉണ്ടാവാനേ പാടില്ല. നല്ലതുപോലെ അരച്ചെടുക്കുക. പിന്നെ വെള്ളം ചിലപ്പോൾ ചില മിക്സികളിൽ കുറച്ച് വെള്ളം ചേർത്താൽ മാത്രമേ അരഞ്ഞ് കിട്ടുകയുള്ളൂ. എത്രത്തോളം വെള്ളം കുറച്ച് അരച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുറച്ച് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ മാവിന് ചെറിയ ഒരു കളറ് വേണം, ലൈറ്റ് ഒരു മഞ്ഞ കളറ്. അതിനായിട്ടൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വൈറ്റ് കളറല്ല ഈ ഒരു കോട്ടിങ് വരേണ്ടത്, ചെറിയൊരു മഞ്ഞ കളർ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പരിപ്പും പച്ചരിയും കൂടെ ഉള്ളത് പൊടിച്ചെടുക്കാവുന്നതാണ്. നനവൊന്നുമില്ലാത്തൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നനവൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാടായിരിക്കും പൊടിഞ്ഞൊക്കെ കിട്ടാനായിട്ട്. അതുകൊണ്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. എന്ന് വെച്ച് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്. ഒരു തരിതരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ. ഒരുപാട് തരിതരി വേണ്ട, കാരണം നമ്മൾ സ്നാക്ക് കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്രയും തരി വേണ്ട, എന്നാലോ ചെറിയൊരു തരി വേണം. ആ ഒരു പരുവത്തിന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൊത്തുപോലെ ഇടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ഇടാവുന്നതാണേ. തേങ്ങ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പുട്ടുപൊടിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ആ തേങ്ങയുടെ ടേസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കോട്ടെ. ഇനി നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. നോക്കൂ, നല്ല തിക്കായിട്ടിരിക്കുകയാണ് ശർക്കരപ്പാനി. ഒരുപാട് വെള്ളത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മധുരം കറക്റ്റ് കിട്ടുകയില്ല, വെള്ളം കൂടി പോവുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളം എത്രത്തോളം കുറച്ച് ശർക്കരപ്പാനി കാച്ചാമോ അത്രയും നല്ലതാണേ. ഇനി ഈ ശർക്കരപ്പാനി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ മുഴുവൻ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത്രയും ശർക്കരപ്പാനി കൊണ്ട് തന്നെ ഈ മാവ് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മോൾക്ക് പൊടി കഴിക്കണം.
അങ്ങനെ പിന്നെ അതിൽ നിന്ന് കുറച്ച് പൊടി കൊടുത്ത് വിട്ട് അവരെ ഒതുക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ അതാ നമ്മളിതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുക, പ്രസ് ചെയ്ത് ഉരുട്ടി നോക്കുക. നല്ലതുപോലെ പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉരുണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മുടെ കൈ കഴുകിയിട്ട് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ കുഞ്ഞ് ബോൾസാക്കിയാണ് എടുക്കുന്നത്, ഒരുപാട് വലുതാക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്നൊരു 3-4 ബോൾസിൻ്റെ മാവ് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഈ സമയം തന്നെ നമുക്ക് അടുപ്പിൽ എണ്ണ വെച്ച് കൊടുക്കാം. അത് നന്നായിട്ടിരുന്ന് ചൂടാവട്ടെ. നേരത്തെ അരച്ച് വെച്ച മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഓരോ ബോൾസായിട്ട് മാവിലിട്ട് മുക്കി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കട്ടിയായിട്ടുള്ളൊരു കോട്ടിങ്ങൊന്നും അല്ല വേണ്ടത്, വളരെ ലൈറ്റായിട്ടുള്ളൊരു കോട്ടിങ് മാത്രം മതി. പിന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോവുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് അതങ്ങ് റെഡി ആയിക്കോളും. പരസ്പരം ഒട്ടിയിരുന്നെന്നും പറഞ്ഞും കുഴപ്പമൊന്നുമില്ല. ഒരു ഭാഗം കുക്കായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് തീ കുറച്ചിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് കുക്കായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗവും കൂടി ഒന്ന് കുക്കാകുക, അത്രേ വേണ്ടൂ. കാരണം ഈ ഒരു പുറമേ ഉള്ള കോട്ടിങ് മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. പിന്നെ നിങ്ങളിപ്പോൾ ഈ സ്നാക്ക് ഒരു 4-5 ദിവസമൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ കൊടുത്തു വിടാനോ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തേങ്ങ ഇങ്ങനെ ചേർക്കരുത്. തേങ്ങ ചേർക്കാതെ ചെയ്തെടുക്കാം. ഇല്ല തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരിയെടുക്കാം. ചെറിയൊരു ഗോൾഡ് കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്, അത്രയും മതി. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ചവയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനെ നമുക്ക് കോരിയിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത സെറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിലേക്ക് എണ്ണയുടെ ചൂട് നന്നായിട്ട് അടിക്കും. അത് ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ തിരുവനന്തപുരംകാരുടെ ഒരു മുന്തിരിക്കൊത്ത് പോലെയൊക്കെ ഉണ്ട്, പക്ഷേ മുന്തിരിക്കൊത്തല്ല. മുന്തിരിക്കൊത്തിൽ സാധാരണ നമ്മൾ അരിമാവ് ചേർക്കാറില്ല, പച്ചരി പൊടിച്ചൊന്നും ചേർക്കാറില്ല, പയർ മാത്രമാണ് ചേർക്കാറ്. ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പാലക്കാടുകാരുടെ സ്വന്തം പയറ്റപ്പം എന്ന് പറയാം. ഒരു പൂരവും വേലയൊക്കെ നടക്കുന്ന സമയത്താണ് ഇത് തയ്യാറാക്കി എടുക്കാറ്. അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.